CBSE പരീക്ഷാ വീഴ്ചയിൽ നടപടിയുമായി വിദ്യാഭ്യാസ മന്ത്രാലയം. കോംറ്റ് കമ്പനിക്ക് പരീക്ഷ നടത്തിപ്പിന്റെ കരാർ നൽകിയതിൽ റിപ്പോർട്ട് തേടി. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റിൽ വീണ്ടും തകരാർ സംഭവിച്ചതായി വിദ്യാർത്ഥികൾ പരാതി നൽകി. CBSE +2 പരീക്ഷയിലും പുനർമൂല്യനിർണ്ണയ നടപടികളിലും വരുത്തിയ വീഴ്ചകളിൽ വിദ്യാഭ്യാസ മന്ത്രാലയം നടപടി ആരംഭിച്ചു. പരീക്ഷാ നടത്തിപ്പിന് കോംറ്റ് കമ്പനിക്ക് കരാർ നൽകിയതിൽ റിപ്പോർട്ട് തേടി. ടെൻഡർ നടപടികളുടെ വിശദാംശങ്ങളും ശേഖരിച്ചു. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഉത്തരക്കടലാസുകൾ ഡിജിറ്റൽ രൂപത്തിലാക്കി മൂല്യനിർണ്ണയം നടത്തിയ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പാളിച്ച ഉണ്ടായെന്നാണ് വിലയിരുത്തൽ. +2 പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സ്വീകരിച്ചു തുടങ്ങി. വെബ്സൈറ്റിലെ തകരാറുകൾ പരിഹരിച്ചുവെന്ന് CBSE അവകാശപ്പെട്ടെങ്കിലും പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാൻ സാധിക്കുന്നില്ലെന്ന് വിദ്യാർത്ഥികൾ പരാതി ഉയർത്തി. വെബ്സൈറ്റ് തകരാർ കാരണം അപേക്ഷ പൂർത്തീകരിക്കാനാകുന്നില്ലെന്ന് സ്ക്രീൻഷോട്ടുകൾ സഹിതമാണ് വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടത്. നേരത്തെ ഉത്തരക്കടലാസിന്റെ പകർപ്പ് ലഭിക്കുന്നതിനും സാങ്കേതിക പിഴവ് നേരിട്ടിരുന്നു. വിദ്യാർത്ഥികളുടെ പരാതിയും ആശങ്കയും അറിയിക്കാൻ CBSE ഹെൽപ്പ് ലൈൻ നമ്പർ പുറത്തിറക്കിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.